മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം എന്ന് ഹൃദയത്തിൽ നിന്നും പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി പറയാൻ സാധിക്കുന്ന ഒരു ദിവസമാണെന്ന്. ഇനിയൊരു ശ്രീനിവാസൻ മലയാള സിനിമയിൽ നിന്നുള്ള കേരളത്തിൽ തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ്. പച്ചയായ മനുഷ്യരുടെ ജീവിതം സിനിമയിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കാണിച്ചു തന്ന മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീനിവാസൻ അറിയാമായിരുന്നു ഇതായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന്. സമകാലീന വിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തി അതിൽ അഭിപ്രായം പറയുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമസ്കാരം. ഇന്ന് അത്ര സന്തോഷമുള്ള ദിവസമൊന്നുമല്ല. കാരണം മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ഒരു കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മെ വിട്ട് പോയിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം എന്ന് ഹൃദയത്തിൽ നിന്നും പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി പറയാൻ സാധിക്കുന്ന ഒരു ദിവസമാണെന്ന്. ഇനിയൊരു ശ്രീനിവാസൻ മലയാള സിനിമയിൽ നിന്നുള്ള കേരളത്തിൽ തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ്. ഒരുപാട് സാമൂഹിക വിമർശകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമ അഭിനേതാക്കളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒരു പച്ചയായ മനുഷ്യരുടെ ജീവിതം സിനിമയിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കാണിച്ചു തന്ന മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. തിരക്കഥാകൃത്ത് എന്നതിനൊക്കെ ഉപരി നല്ലൊരു സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിലൊക്കെ ഉപരി നല്ലൊരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ വയ്യ. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയിലൂടെ രംഗപ്രവേശം ചെയ്ത ശ്രീനിവാസൻ്റെ പിന്നെ ഒരു ജൈത്രയാത്രയാണ് ഒരു 2018 വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് ഞാൻ പ്രകാശൻ എന്നുള്ളതായിരുന്നു. 2018 ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എത്രയോ മനോഹരമായ സിനിമകൾ, കേരളം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന എത്രയെത്ര കഥാപാത്രങ്ങളാണ് ശ്രീനിവാസനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഓർത്തു നോക്കിയാൽ ഈ സന്ദേശം പോലുള്ളൊരു സിനിമ ഇന്നും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1991 അത് ശ്രീനിവാസൻ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. ശ്രീനിവാസന് ഈ കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, കേരള രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നൊക്കെയുള്ളത്. അതോടൊപ്പം തന്നെ മലയാളികളുടെ മുഴുവൻ മനഃശാസ്ത്രവും മനസ്സിലാക്കിയ ഒരു വ്യക്തിയെപ്പോലെ അദ്ദേഹം തിരക്കഥ എഴുതിയ വടക്ക് നോക്കിയന്ത്രം ഒന്ന് ആലോചിച്ച് നോക്കും. മലയാളികളുടെ എല്ലാ ഈഗോയെയും, മലയാളികളുടെ എല്ലാ മാനസിക പ്രശ്നങ്ങളെയും സംശയങ്ങളെയും ഇതിനെയൊക്കെ കൃത്യമായി അനാവരണം ചെയ്ത് ഒരു സ്വയം വിമർശനം എന്ന് വേണം. കാരണം മലയാളിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ഓരോ മലയാളിയും തനിക്ക് പുറത്തു പറയാൻ സാധിക്കാത്ത ഒരുപാട് ഈഗോ തങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്നുണ്ടാവും. ആ ഈഗോയൊക്കെ ഇങ്ങനെ എടുത്തങ്ങോട്ട് പുറത്തേക്കിടുന്നതിൽ ശ്രീനിവാസൻ വിജയിച്ചു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം നമ്മളൊക്കെ തിയേറ്ററിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന സമയത്തും ഇന്നത്തെ സിനിമകളിലൊക്കെ ഒരുപാട് കോമഡി ഉണ്ട്. പക്ഷെ ആ കോമഡി എന്ന് പറയുന്നത് ഒരു ചിരിയിൽ അവിടെ അവസാനിച്ചു പോകുന്നതാണ്. പക്ഷേ ശ്രീനിവാസൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഹാസ്യം എന്ന് പറയുന്നത് അത് ചിന്തിപ്പിക്കുന്ന കൂടിയായിരുന്നു. ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് പട്ടണപ്രവേശം, നാടോടിക്കാറ്റ് പോലെയുള്ള സിനിമകളൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വരച്ച് കാട്ടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. ശ്രീനിവാസന് പകരമായിട്ട് ഇനി മലയാളത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ശൂന്യതയാണ് നമുക്ക് മുമ്പിൽ ഉള്ളത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീനിവാസന്റെ ഓരോ സിനിമകളും എടുത്ത് നോക്കുക. അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. ചിന്താവിഷ്ടയായ ശ്യാമളയിലൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വ്യത്യസ്തമായൊരു ഒരു വേഷമായിരുന്നു അത്. കാരണം മലയാളി ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രമല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ശബരിമലയ്ക്ക് പോകുന്നു, ഭക്തനല്ലാത്ത മടിയനായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അധ്യാപക ജോലി ഉണ്ടായിട്ടും അതിനോടൊന്നും താല്പര്യം കാണിക്കാതെ അറിയാൻ പാടില്ലാത്ത സിനിമയും പരസ്യ ചിത്രീകരണവും ഒക്കെ ആയിട്ട് നടക്കുന്ന ശ്രീനിവാസൻ. ആ ശ്രീനിവാസനെ ഒരു സുപ്രഭാതത്തിൽ ശബരിമലയ്ക്ക് അയക്കുന്നു. ശബരിമലയിൽ പോയി തിരിച്ചു വരുന്ന ശ്രീനിവാസൻ പൂർണ്ണമായിട്ടും അയ്യപ്പ ഭക്തരായി മാറിയിട്ട് വീടിനകത്ത് തന്നെ ഭജന ഇരിക്കുന്ന രംഗങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മലയാളിയുടെ മനോവിചാരങ്ങളെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. നമ്മൾ സന്ദേശത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും കാലിക പ്രസക്തമായിട്ട് നിൽക്കുകയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കഥ പറയുമ്പോൾ എന്നൊക്കെയുള്ള സിനിമ എത്ര ഗംഭീരമായിട്ടാണ് മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനത്തെ ആ സിനിമാ ഡയലോഗ് വരുമ്പോഴത്തേക്ക് സാധാരണ ജീവിതത്തിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പലതും മറന്നു പോകുന്ന കാലഘട്ടത്തിലും ചില ഓർമ്മകളൊക്കെ മനുഷ്യരുടെ മനസ്സിനടിയിൽ ഇങ്ങനെ തന്നെ കിടപ്പുണ്ടാകും എന്ന് മലയാളിയെ മനസ്സിലാക്കിച്ചു കൊടുത്തൊരു സിനിമയായിരുന്നു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ മൈ ഡിയർ മുത്തച്ഛൻ, ഗോളാന്തര വാർത്തയിലെ കാരക്കുട്ടിൽ ദാസനെയൊക്കെ നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റും? ആർക്കെങ്കിലും മറക്കാൻ പറ്റും? ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ മിഥുനം എന്ന് പറയുന്ന
പറയുന്ന സിനിമ, മിഥുനം എന്ന് പറയുന്ന സിനിമയൊക്കെ പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ്. പക്ഷെ ഈ മിഥുനത്തിന്റെ അകത്തൊക്കെ എത്ര കൃത്യമായിട്ടാണ് കേരളത്തില് ആ ഒരു കാലഘട്ടത്തിലും ഇന്നും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ, കാരണം ഒരാളൊരു സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രണയം, ഇതെല്ലാം കൃത്യമായി വരച്ചു കാട്ടിയ ഒരു സിനിമയല്ലായിരുന്നു മിഥുനം എന്ന് പറയുന്നത്. ഒരു വിഷയമല്ല, ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ, പല വിഷയങ്ങൾ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രതിഭയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു സിനിമയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഒരു സാധാരണക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് അനാവരണം ചെയ്തിരുന്ന ഒരു സിനിമയാണ് മിഥുനം എന്നുള്ള കാര്യത്തിൽ ഇനി ആരെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇന്നത്തെ തലമുറ ആണെങ്കിലും മിഥുനം സിനിമ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും അന്നും ഇന്നും ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും. അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ജീവിതം കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോ നമ്മളെ ജീവിതത്തിൽ അങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ഈ സിനിമയായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഇത് അങ്ങനെയാണല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ എന്ന് പറയത്തില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീനിവാസൻ അറിയാമായിരുന്നു ഇതായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്നൊക്കെ. അതോടൊപ്പം തന്നെ ഒരു മറവത്തൂർ കനവ് എന്ന് പറഞ്ഞാൽ ലാൽ ജോസ് ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനായിട്ട് വരുന്ന സിനിമയാണ്. എത്ര മനോഹരമായിട്ടാണ് അതിനകത്ത് ആ സിനിമയൊക്കെ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമ, ഈ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമ തന്നെ എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതും ജീവിത പ്രശ്നങ്ങളല്ലേ, ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ആ സിനിമയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഉദയനാണ് താരം എന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹം മലയാള സിനിമയെ മൊത്തത്തിൽ പൊളിച്ചെഴുതിയില്ലേ? മലയാള സിനിമയിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതുന്ന രീതിയിലേക്ക് അദ്ദേഹം ലെവലേശം കൂസലില്ലാതെ എന്ന് തന്നെ പറയേണ്ടി വരും. ലെവലേശം കൂസലില്ലാതെ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എത്ര വ്യക്തമായിട്ടാണ് അതിനകത്ത് അദ്ദേഹം ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം എഴുതാൻ ആരെയും ഭയന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം തന്റെ സഹപ്രവർത്തകർക്കെതിരെ പോലും വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഭയമില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീനിവാസൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയത്തിനെതിരെ എഴുതുന്നത് പോലെ തന്നെ തന്റെ സഹപ്രവർത്തകരെയും വിമർശിക്കാൻ അദ്ദേഹം മറന്നുപോയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിനൊക്കെ അപ്പുറത്ത് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ സമയത്തൊക്കെ അദ്ദേഹം കൃഷിയിലേക്കും തിരിഞ്ഞിരുന്നു. കാരണം ജൈവ കൃഷി ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ ഒരു പാഠം മലയാളിക്ക് കാണിച്ചു തരി കൂടി ചെയ്തിരുന്നു. അതുകൂടാണ്ട് അദ്ദേഹം സ്മോക്കിങ്ങിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ കാരണം. പല ഇന്റർവ്യൂകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് എന്റെ ദുശീലം കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള രീതിയിൽ. ശ്രീനിവാസനൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന ഏതൊരു ചെറുപ്പക്കാരിക്കും പഠിക്കാനുള്ള ഒരു വലിയൊരു പാഠപുസ്തകമാണ്. കാരണം ശ്രീനിവാസന്റെയൊക്കെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലൊക്കെ പോയി പൈപ്പ് വെള്ളം കുടിച്ചതിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞ് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹം സിനിമയിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക, ആ സിനിമയും ശരിക്കൊരു സാമൂഹിക വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ എനിക്കത് സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിക്കാനായിട്ട് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന സമകാലീന വിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തി അതിൽ അഭിപ്രായം പറയുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ശ്രീനിവാസൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കൃത്യമായ നിലപാടുകൾ അത് ഹാസ്യാത്മകമായി അദ്ദേഹം അവതരിപ്പിച്ചു, അത് മലയാളികളെ അദ്ദേഹം ചിന്തിപ്പിച്ചു. കാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഹാസ്യാത്മകമായിട്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിട്ടുള്ള ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമ, ആ സിനിമയിൽ തന്നെ നെടുമുടി വേണു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം നമ്മുടെ ഇവിടുത്തെ മധ്യവയസ്കരായിട്ടുള്ള ചില ആളുകളുടെ സ്വഭാവം അതേ രീതിയിൽ തന്നെ വരച്ചു കാണിച്ച സിനിമയല്ലേ ഓടരുതമ്മാവ ആളറിയാം എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം ഇങ്ങനെ മലയാളിയുമായി ചേർന്ന് നിൽക്കുന്ന, മനുഷ്യരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ചിത്രങ്ങൾ എഴുതാനായിട്ട്, ഒരുപാട് കഥകൾ പറയാനായിട്ട്, 2ഓളം സിനിമകൾ സംവിധാനം ചെയ്യാനായിട്ട് ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭ മലയാള സിനിമയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിനും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിനുമൊക്കെയുള്ള ഒരു തീരാ നഷ്ടമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്, ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും. അവരും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഹാസ്യാത്മകമായി
മലയാളിയെ ചിന്തിക്കാനും ചിരിപ്പിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സിനിമകൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ശ്രീനിവാസന്റെ നിര്യാണത്തിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ദുഃഖത്തിലും നമുക്ക് പങ്കുചേരാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.